സംസ്ഥാനത്തുണ്ടായ തീവ്ര മഴയിലും കാറ്റിലും KECBക്ക് കനത്ത നാശനഷ്ടം. പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം 48 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. 185 ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ശക്തമായ മഴയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ KECBക്ക് വൻ നാശനഷ്ടം. പലയിടത്തും കാറ്റിലും മഴയിലുമൊക്കെ ആയിട്ട് മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും ലൈൻ കമ്പികൾ പൊട്ടി വീഴുന്ന അവസ്ഥ വരെയുണ്ട്. അപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയെന്നാണല്ലേ KECB പറയുന്നത്. തീർച്ചയായും KECBക്ക് വൈദ്യുതി വകുപ്പിന് വമ്പൻ നഷ്ടമാണ് ഈ വലിയ മഴയ്ക്ക്, ഈ കാറ്റും മഴയും മൂലം വമ്പൻ നഷ്ടമാണ് വന്നിട്ടുള്ളത്. KECBയുടെ ഇതുവരെയുള്ള കണക്ക് പ്രകാരം 48 കോടിയിലേറെ രൂപ ഇത്തരത്തിലുള്ള നാശനഷ്ടം മൂലം നഷ്ടമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് 895 11 kV ലൈനുകൾ പോകുന്ന 895 പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. അതേപോലെ തന്നെ സാധാരണ ലൈനുകൾ കടന്നു പോകുന്ന 6230 ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്നു പോയത്. മരങ്ങളും മരച്ചിലുകളും ഒക്കെ വീണതിനെ തുടർന്ന് 6230 ഇടങ്ങളിൽ ലൈനുകളും പൊട്ടി വീണു എന്നുള്ള കണക്കുണ്ട്. അത് മാത്രമല്ല 185 ട്രാൻസ്ഫോർമറുകളാണ് ഈ വലിയ മഴയിലും ഇടിയിലും ഒക്കെ തന്നെ അതിന് നാശനഷ്ടം ഉണ്ടായത്. ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് 48 കോടി രൂപയിലേറെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം, KECB കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോഴാണ് ഈ വലിയ കാലവർഷത്തിൽ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായിട്ടും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ വൈദ്യുതി വകുപ്പിലെ ജീവനക്കാർ നടത്തുന്ന രാവും പകലും നോക്കാതെ നടത്തുന്ന പ്രവർത്തനങ്ങളെയും KECB വളരെയധികം ശ്ലാഘിക്കുന്നുണ്ട്. എന്തായാലും ഒരു ലൈൻ പൊട്ടി വീണാൽ പ്രഥമ പരിഗണന നൽകുക 11 kV ലൈൻ ശരിയാക്കുന്നതിനാവും. അത് കഴിഞ്ഞ ശേഷമാവും വീടുകളിലേക്കുള്ള ലൈനുകളിലെ തകരാറുകൾ പരിഹരിക്കുക. ഇത് സാധാരണ ജനങ്ങൾ ഇത് മനസ്സിലാക്കണം തുടങ്ങിയ കാര്യങ്ങളും KECBയുടെ വാർത്താക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി വിനോദ്.